കുംഭമേള തുടങ്ങിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കാതിരുന്ന മാധ്യമങ്ങൾ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളുടെയും യൂണിറ്റുകൾ ഇപ്പോൾ കുംഭമേള സ്ഥലത്ത് പ്രയാഗരാജിലുണ്ട്. ഇത് സംബന്ധിച്ച് ആളുകൾ ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. കാരണം ഇന്നലെ വരെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു അപകടം ഉണ്ടായപ്പോൾ കഴുകന്മാർ വരുന്നത് പോലെ മാധ്യമങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള വിമർശനം നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. ഈ മാധ്യമങ്ങൾക്ക് പക്ഷപാതിത്വമുണ്ടോ? നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു മരീചികയാണോ? ഈ പക്ഷപാതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹൊറർ ഫിലിമിൻ്റെ പിതാവാണ്. ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ഒരു സിനിമ തുടങ്ങുന്നത് സ്ക്രീനിൽ അക്ഷരങ്ങൾ എഴുതി കാണിച്ചുകൊണ്ടാണ്. നത്തിങ് അട്രാക്ട്സ് പീപ്പിൾ ബെറ്റർ ദാൻ എ ഗുഡ് ഗോയിങ് ഡിസാസ്റ്റർ. ഒരു ഭംഗിയായിട്ട് നടക്കുന്ന ഡിസാസ്റ്ററിനേക്കാൾ കൂടുതൽ മനുഷ്യരെ ആകർഷിക്കുന്ന മറ്റൊന്നുമില്ല. ഒരു സൈക്കിള് ഒരു കിലോമീറ്റർ കുറ്റിയിൽ ഇടിച്ച് മറിഞ്ഞ് കിടക്കുന്നത് കാണാനായിട്ട് ഒരു ബസ്സിലെ ഫുൾ ആൾക്കാരും ജനലിൽ കൂടെ തലയിടും അല്ലേ? അത് പുറകെ നോക്കാൻ നല്ല രസമായിരിക്കും. എല്ലാവരും കൂടെ ഒരു സൈഡിൽ പുറത്തേക്ക് തലയിടും. ആകെ ഒരു സൈക്കിൾ മറിഞ്ഞ് വീണിരിക്കണം, ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അപകടങ്ങൾ മനുഷ്യരെ ആകർഷിക്കുന്നു, അത് മാധ്യമങ്ങളെ ആകർഷിക്കുന്നു. അതുകൊണ്ട് അപകട സ്ഥലത്തേക്ക് മാധ്യമങ്ങൾ ഓടിച്ചില്ല. ഇത് മാത്രമല്ല, കുംഭമേള മാത്രമല്ല, അമേരിക്കയിൽ ആ വിമാനം തകർന്നു വീണില്ലേ, എല്ലാ മാധ്യമങ്ങളും കാണിച്ചു. അതിന് മുമ്പ് എന്താ അമേരിക്കയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി, കാണിച്ചില്ലല്ലോ. അപകടം അത് ഒരു വാർത്തയാണ്, ആളുകൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ കുംഭമേളയിൽ ഓടിപ്പോയി. കുംഭമേളയുടെ തുടക്കത്തിൽ കുംഭമേള ഇത്രാം തീയതി വരെയാണ് വിശാലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്വൽസ് വന്നിരുന്നു. അത് നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഡെയിലി കുംഭമേള കവർ ചെയ്യാനും മാത്രം ഒരു മെരിറ്റ് അതിനുണ്ട് എന്ന് മലയാള മാധ്യമങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ദേശീയ മാധ്യമങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം ശബരിമല കാലത്ത് നോക്കൂ, എല്ലാ ദിവസവും ശബരിമല കവർ ചെയ്യും എല്ലാ മാധ്യമങ്ങളും അല്ലേ? കവർ ചെയ്യുന്നത് മാത്രമല്ല, കൂടുതൽ 2-3 മാധ്യമങ്ങൾ ലാസ്റ്റ് ഒരു ദിവസത്തിൻ്റെ അവസാനം ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നത് ലൈവ് കാണിക്കുമായിരുന്നു. 3-4 ചാനൽ. ആദ്യം ജനം ചാനലാണ് തുടങ്ങിയത്. അതിനുശേഷം 2-3 ചാനലുകൾ അത് ചെയ്യാൻ തുടങ്ങി ഇത്തവണ. അപ്പോൾ എന്ത് പറയും? അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാത്തിലും ഒരു ബയാസ് എല്ലാത്തിലും ബയാസ് ഉണ്ടായിരുന്നു. നിരന്തരമായ സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങൾ ഒരു പുനർചിന്തനത്തിന് ചാനലുകളെയും പ്രേരിപ്പിച്ചു. പത്രങ്ങൾ ഇവരെല്ലാം വളരെയധികം വൺ സൈഡഡ് ആയിരുന്നു. അതിന് കാരണം ഒന്ന് പത്രമുടമസ്ഥൻ്റെ പോളിസി, നമ്പർ 2 അവിടെ ജോലി ചെയ്യുന്നവരുടെ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്. നമ്മളൊരു പൊളിറ്റിക്കൽ വാർത്ത ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം പൊളിറ്റിക്സ് അറിയാതെ അതിനകത്ത് വരും. ഒരു ക്യാമറ പിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ BJP നേതാക്കൾ നിൽക്കുന്നു, അതിൽ AN രാധാകൃഷ്ണനും ഞാനുമായിട്ട് നല്ല അടുപ്പമുണ്ട്, മറ്റുള്ളവരെ എനിക്ക് പരിചയമുണ്ട്, രാധാകൃഷ്ണനുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ട്. അപ്പോൾ K. സുരേന്ദ്രൻ, V. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ വരുമ്പോൾ ക്യാമറ അവിടെ നിൽക്കും. ഒരു 5 സെക്കൻഡ് കൂടുതൽ രാധാകൃഷ്ണൻ്റെ കവർ ചെയ്യും. അതാണ് എൻ്റെ ബയാസ്. ഞാൻ പോലും അറിയാതെ എൻ്റെ ബയാസ് എൻ്റെ സുഹൃത്തിന് വേണ്ടി വർക്ക് ചെയ്യും. ഡെസ്കിൽ പോയി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നവൻ്റെ ഒരു ബയാസ്, അവനെ എൻ്റെ രാധാകൃഷ്ണനെ കട്ട് ചെയ്തിട്ട് കാണിക്കും. ഇതൊന്നും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവോ സംഗതിയൊന്നുമല്ല, പക്ഷപാതവുമല്ല, പേഴ്സണൽ പ്രിഫറൻസ് ഓർക്കാതെ വരുന്നതാണ്. ഇതിൻ്റെ പുറത്താണ് പൊളിറ്റിക്കൽ പ്രിഫറൻസ്. ഈ 2001 നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ഗുജറാത്തിൽ അധികാരത്തിൽ വരികയും അതിനെ തുടർന്ന് നടന്ന ഗുജറാത്ത് പ്രശ്നം, ഈ പ്രശ്നത്തിൻ്റെ സമയത്ത് നരേന്ദ്രമോദിയെ എല്ലാവരും അറ്റാക്ക് ചെയ്തു. അപ്പോൾ അന്ന് 2 തരം ആൾക്കാരുണ്ടായി. ഒന്ന് പ്രോ മോദി, 2 ആൻറ്റി മോദി. എന്തു വന്നാലും മോദിയെ പിന്തുണയ്ക്കുന്ന കുറച്ച് പേർ, എന്തു ചെയ്താലും മോദിയെ വിമർശിക്കുന്ന കുറച്ച് പേർ. എന്തു വന്നാലും മോദിയെ പിന്തുണയ്ക്കുന്നവർക്കാണ് മോദിയുടെ ചെറിയൊരു കാര്യം പോലും
അത് മോദിയുടെ അല്ല എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ വെപ്രാളമാകും. എന്ന് പറഞ്ഞിട്ട് അവർ ബഹളം. ഇപ്പുറത്ത് അതുപോലെ ചെറിയൊരു കാര്യം മോദിയുടെ പോസിറ്റീവായിട്ട് പറയണം, പ്രാണം പോയാൽ ഇയാൾ പറയില്ല. ആ രീതിയിൽ പോളറൈസ് ചെയ്യപ്പെട്ടു മാധ്യമരംഗവും സോഷ്യൽ മീഡിയയും പോളറൈസ് ചെയ്യപ്പെട്ടു. അത് വർദ്ധിച്ച് മൂർധന്യത്തിലെത്തി. ഇവരിപ്പോഴും മാറിയെന്ന് ഞാൻ കരുതുന്നില്ല. മോദി ഭക്തന്മാർ മാറിയിട്ടില്ല. ബട്ട് മോദി ശത്രുക്കളുണ്ടല്ലോ, ഭക്തന്മാരുടെ അറ്റാക്ക് കൊണ്ട് കുറേയധികം മാറേണ്ടി വന്നു. കാരണം ഈ മീഡിയയ്ക്ക് തങ്ങൾ വൺ സൈഡഡാണെന്നുള്ള ഒരു ഇംപ്രഷൻ വരുന്നത് അത്ര കണ്ട് നല്ലതല്ല. ഇംപ്രഷൻ വന്നാൽ എന്താ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ മീഡിയ എല്ലാം പ്രൈവറ്റ് കമ്പനികളാണ്. അവരിൽ നിന്ന് നിഷ്പക്ഷത പ്രതീക്ഷിക്കുന്ന നമ്മളാണ് തെറ്റ് ചെയ്യുന്നത്. അല്ല, നിഷ്പക്ഷത എന്ന് പറയുന്നൊരു പക്ഷമുണ്ടോ? ബൈ ആൻഡ് ലാർജ് നിഷ്പക്ഷമാകാം. നിങ്ങൾക്ക് ബൈ ആൻഡ് ലാർജ് നിഷ്പക്ഷമാകാം, അത് തിരക്കിടുന്നില്ല. അത് ആവാറുണ്ട്. അതിൽ അങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾ അബ്സല്യൂട്ട് നിഷ്പക്ഷത ഇല്ല എന്നൊക്കെ നമുക്ക് വാദിക്കാമെങ്കിലും ഒരു മര്യാദയും പൊത്തുവരുത്തുമൊക്കെ വേണ്ടേ? ഇപ്പം ഈ മോദിയുടെ കാലെവിടെ ഇടറുന്നു എന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് അതിൽ ചാടിപ്പിടിക്കുന്ന സ്വഭാവവും, മോദിയുടെ പോസിറ്റീവും നെഗറ്റീവും ശരി, കാലിടറി ഇടറാത്ത സമയമുണ്ടല്ലോ, അതും കാണിക്കണ്ടേ? അതാണ് അത്രേ വേണ്ടത് നിഷ്പക്ഷത. അല്ല, BJP വിരുദ്ധത, മോദി വിരുദ്ധത ഇതൊക്കെ വന്ന് ഹിന്ദു വിരുദ്ധതയായി മാധ്യമങ്ങളിൽ മാറിയിട്ടുണ്ടോ? മാധ്യമങ്ങളിൽ ഹിന്ദു വിരുദ്ധതയാണ് ഇതായിട്ട് പുറത്തു വന്നത്. ഏത് മോദി വിരുദ്ധതയും? അതെ. അങ്ങനെ മാധ്യമങ്ങൾ അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ തന്നെ എടുത്താൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ പറയും ഈ മാധ്യമങ്ങളൊക്കെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി വാർത്തകൾ ചമയ്ക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ജനസംഖ്യാനുപാതികമായിട്ട് നോക്കിയാൽ ഇപ്പോഴും ഏറ്റവും വലിയ വ്യൂവർഷിപ്പ്, റീഡർഷിപ്പ് ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെയല്ലേ? അല്ല, ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെ മറ്റേ വാർത്ത എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉള്ള എത്ര പേരുണ്ട്? ക്രൗഡ് ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ ശബരിമലയിൽ ഡെയിലി 1,00,000 ആൾക്കാർ കൂടുന്നു എന്ന് വയ്ക്കുക. ശബരിമല ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ 1,00,000-ൽ എത്ര പേരുണ്ടാവും മല കയറാൻ? അതാണ് സമാജബോധം. ആറ്റുകാൽ പൊങ്കാലയിടാൻ 14 ലക്ഷം 15 ലക്ഷം സ്ത്രീകളൊക്കെയാണ് ആ പ്രദേശത്ത്, തിരുവനന്തപുരം ജില്ലയിലെ കാലുകുത്താൻ പറ്റും. അതെ. ബട്ട് ആറ്റുകാൽ അമ്പലത്തിന് നേർക്ക് ഒരാക്രമണം വന്നു കഴിഞ്ഞാൽ എത്ര സ്ത്രീകളുണ്ടാകും? അതാണ് സമാജബോധം. ആ സമാജബോധം ഹിന്ദുവിന് കുറവാണ്. അത് കൂടുതലും ഈ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കൊണ്ടും ഭീഷണി കൊണ്ടും ഒക്കെ ഉണ്ടായതാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തുമായിക്കോട്ടെ, അങ്ങനെയാണ് ഹിന്ദു. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുവിൻ്റെ ദോഷങ്ങൾ കാണിച്ചാൽ അതും ഹിന്ദു ഓക്കെ എന്ന് പറഞ്ഞു ആസ്വദിക്കും. അങ്ങനെയുള്ളവരുണ്ട്. ബട്ട് ഇത് തടയാനായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശബരിമല മകരവിളക്ക് ലൈവ് കാണിക്കും, ഗുരുവായൂർ ഏകാദശി ലൈവ് കാണിക്കും, ആറ്റുകാൽ പൊങ്കാല ലൈവ് കാണിക്കും, ചോറ്റാനിക്കര മകൻ ലൈവ് കാണിക്കും. ഇത് ഹിന്ദുക്കളെ കാറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ സങ്കല്പം. ഞങ്ങൾ ഹിന്ദു എന്നോട് പറഞ്ഞിട്ടുണ്ട് പല മാധ്യമം, ഞങ്ങളിതൊക്കെ ലൈവ് കാണിക്കുന്നില്ലേ, നിങ്ങളെങ്ങനെയാണ് ഞങ്ങൾ ഹിന്ദു വിരുദ്ധരെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇത് ലൈവ് കാണിച്ചാൽ ഹിന്ദു വിരുദ്ധരാകും. നിങ്ങളുടെ ഹിന്ദു വിരുദ്ധത വരുന്നത് NSS SNDP യോജിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന നിമിഷം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നില്ലേ? അതിൽ പ്രശ്നം. ഞാൻ പറഞ്ഞു, അതാണ് ഹിന്ദു വിരുദ്ധത. അല്ല, അതിൽ ഹിന്ദു ഒരു സമാജമാകുന്നു എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകും. മറ്റത് ഇൻഡിവിഡുവലാണ്. ശബരിമലയിൽ 1,00,000 പേര് പോകുന്നുണ്ടെങ്കിലും 1,00,000 ഹിന്ദുക്കൾ പോകുന്നുണ്ടെങ്കിലും ഓരോ ഹിന്ദുവും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ആൾക്കൂട്ടത്തിലും അവൻ ഒറ്റയ്ക്കാണ്. അവനൊരു സമാജമായിട്ട് പെരുമാറുന്നില്ല. സമാജമായിട്ട് പെരുമാറുന്നതിൻ്റെ അടയാളം തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വെപ്രാളം ഉണ്ടാകും, ഇല്ലേ? അല്ല, ഹിന്ദു സമാജമായി പെരുമാറാൻ തുടങ്ങിയാൽ മാധ്യമങ്ങൾക്ക് എന്താ? അത് ഹിന്ദുവിൻ്റെ അപ്പർ ഹാൻഡ് വരും. സോ വാട്ട്? സോ ഇറ്റ് ഈസ് ഇൻഹറൻറ്റ് ഇൻ ദം ദാറ്റ് ഹിന്ദു ഈസ് എ ബാഡ് തിങ്. ഹിന്ദു എന്നുള്ള വാക്ക് ഇൻഫ്രാഡിഗാണ്, പറയാൻ പാടില്ലാത്ത വാക്കാണ്. അതിൽ നിന്നാണ് ഈ ശിവസേനയുടെയും BJPയുടെ ഒക്കെ മുദ്രാവാക്യം ഉണ്ടായത്. ഗർവ് സേ കഹോ ഹം ഹിന്ദു ഹേ. ആദ്യം ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാൻ ശ്രമിക്കുക. എത്ര രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ, ഇപ്പോൾ VD സതീശൻ പറയുമല്ലോ, ഞങ്ങൾക്ക് ഹിന്ദുവിനോടൊന്നുമില്ല, ഇത്രയും പറഞ്ഞാൽ മതി, ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒന്നും പ്രഖ്യാപിക്കട്ടെ.
ഞാൻ കൈയടിക്കുക, ആത്മാർത്ഥമായിട്ട്. സതീശൻ ശബരിമലയ്ക്ക് പോയതിലൂടെ പറഞ്ഞില്ലേ? ശബരിമലയ്ക്ക് പോയതിലൂടെ പറഞ്ഞതല്ല, പ്ലെയിനായിട്ട് പറയുക ഞാൻ ഹിന്ദു ആണെന്ന് പറയും. ഒരു തവണ തൊണ്ടേന്ന് പുറത്ത് വരുന്നില്ല, അത് സത്യമല്ലേ, പുറത്ത് വരില്ല. ശശി തരൂർ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ പറഞ്ഞു? ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹിന്ദു അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കേസ് ജയിച്ചു, തെരഞ്ഞെടുപ്പ് കേസ്. കുമ്മനം രാജശേഖരനുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസ്. അതിൽ ഇദ്ദേഹം അങ്ങേരുടെ പെണ്ണുമ്പിള്ളയുണ്ടല്ലോ, സുനന്ദ പുഷ്കറിൻ്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയില്ല. അത് തെരഞ്ഞെടുപ്പ് കേസിൽ കുമ്മനം റേസ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞു, സുനന്ദ പുഷ്കറും ഞാനും ഹിന്ദുക്കളല്ല, അതുകൊണ്ട് ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് അവകാശമില്ല, അതുകൊണ്ട് ആ സ്വത്ത് എൻ്റേതല്ല, അതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തിയില്ല. ഇങ്ങനെ വിധി വാങ്ങിച്ചു. ജസ്റ്റിസ് ഭവദാസനാണ് ആ വിധി എഴുതിയത്. ദ റെസ്പോണ്ടൻറ്റ് ക്ലെയിംസ് ദാറ്റ് ഹീ ഈസ് നോട്ട് എ ഹിന്ദു ആൻഡ് കോൺസിക്വൻ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു പാരഗ്രാഫ്. ഇത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്ത് വരുന്നത്, 3-4 വർഷം കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും ഹർജിക്ക് പോയി, ശശി തരൂർ പോയിട്ട് ആ ലൈൻ ജഡ്ജ്മെൻറ്റിൽ നിന്നും മാറ്റണം, എന്നിട്ട് മറ്റ് ജഡ്ജിമാരിരുന്നിട്ട് ഈ ലൈൻ മാറ്റി. എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു ജഡ്ജി എഴുതിയ ലൈൻ ആ ജഡ്ജി റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു ജഡ്ജിക്ക് ഇരുന്നിട്ട് ആ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ബട്ട് ഹി മാനേജ് ദാറ്റ്. ഇതാണോ ശശി തരൂരിൻ്റെ ഹിന്ദു? ഐ ആം എ ഹിന്ദു എന്ന് പറഞ്ഞ് പുസ്തകം ഇറങ്ങി കഴിഞ്ഞാൽ ഹിന്ദു ആകുമോ? എനിബഡി ക്യാൻ റൈറ്റ്. നിങ്ങൾ ഹിന്ദുവായിട്ട് പെരുമാറണം, ഹിന്ദുവായിട്ട് ജീവിക്കണം, ഹിന്ദുവിന് വേണ്ടി ശബ്ദമുയർത്തണം, നിങ്ങൾക്കാവുന്നത് പോലെ ഹിന്ദുവിന് വേണ്ടിയിട്ട് നിലകൊള്ളണം. അതിന് തയ്യാറുണ്ടോ? ഇല്ല, ഒരിക്കലും നിങ്ങൾ തയ്യാറല്ല. അപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് നിഷ്പക്ഷ ഹിന്ദു പത്രം ഹിന്ദു ആണോ എന്ന് ചോദിക്കുന്ന പോലെയാണല്ലോ. ആൻറ്റി ഹിന്ദു അല്ലേ അത്? പേര് ഹിന്ദു എന്ന് അല്ല. അപ്പോൾ മാധ്യമങ്ങൾ നിഷ്പക്ഷരാവണം എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു മരീചികയാണ്. മരീചിക തന്നെയാണ്. ഒന്ന്, അത് പ്രൈവറ്റ് കമ്പനികളാണ് അതെല്ലാം. എല്ലാ മാധ്യമങ്ങളും പ്രൈവറ്റ് കമ്പനികളുടെ ഉടമസ്ഥർ ഹിന്ദുക്കളാണ്. അതിൻ്റെ ഉടമസ്ഥർ ഹിന്ദുക്കളാണെങ്കിലും അവരുടെ മൈൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ നോൺ ഹിന്ദു. ഇപ്പോൾ ടെക്നിക്കലി ശശി തരൂർ ഹിന്ദു അല്ലേ, ടെക്നിക്കലി വി.ഡി. സതീശൻ ഹിന്ദു അല്ലേ, എന്തൊരു വി.ടി. ബൽറാം, ഞാൻ ഹിന്ദു അല്ല എന്ന് എഴുതി കൊടുത്ത വി.ടി. ബൽറാം പോലും ഹിന്ദുവാണ്. വി.ടി. ബൽറാം എഴുതി കൊടുത്തിരുന്നു MLA ആയ കാലത്ത് ദേവസ്വം ബോർഡിലേക്ക് വോട്ട് ചെയ്യാൻ. വി.ടി. ബൽറാം പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യുന്നില്ല, ഞാൻ ഹിന്ദു അല്ല. ഉമ്മൻചാണ്ടി വിപ്പ് ഇഷ്യൂ ചെയ്തു, മര്യാദയ്ക്കൊന്ന് വോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ MLA സ്ഥാനം പോകുന്നു. പൂച്ച പോലെ പോയി വോട്ട് ചെയ്തു. അല്ല, വി.ടി. ബൽറാം ഇപ്പോഴും ഞാൻ കുറച്ചിലാണെന്ന് ഹിന്ദുവാന്ന് പറയാൻ, മേത്തനാന്ന് പറയാൻ ഒരു ദണ്ണം ഉണ്ടാവില്ല. വി.ടി. ബൽറാമിനും ഉണ്ടാവില്ല, നിങ്ങളുടെ TN പ്രതാപനും ഉണ്ടാവില്ല. TN പ്രതാപൻ നോമ്പ് നോക്കുന്നില്ലേ എല്ലാ വർഷവും? ആരുടെ മോക്ഷത്തിനാണ്? ഖുറാനിക തത്വങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നോമ്പ് നോക്കുകയല്ല, തലകുത്തി നിന്നാൽ പോലും നിങ്ങൾ കാഫിറാണ്. ഒരു പ്രയോജനമില്ല TN പ്രതാപൻ പട്ടിണി കിടന്നിട്ട്, ഒരു പ്രയോജനമില്ല. വോട്ട് കിട്ടുമായിരിക്കും ആരുടെങ്കിലും ഏതെങ്കിലും. പുള്ളി വീട്ടിലൊരാളുടെ പേര് പോലും അങ്ങനെ ഫൂളിഷ് ഹിന്ദു വന്നിരിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ മീഡിയയെ കുറ്റം പറയില്ല. അവരുടെ പോളിസി, അവരാണ് കാശ് മുടക്കിയിരിക്കുന്നത്. ഏത് രീതിയിൽ എന്ത് വാർത്ത കൊടുക്കണം തീരുമാനിക്കുന്നത് അവരാണ്. അവരിൽ നിന്ന് നിഷ്പക്ഷത നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ആക്സിഡൻ്റലി നിഷ്പക്ഷരായെന്നും വരും. അവരുടെ ബിസിനസ് താല്പര്യത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്തു എന്ന് വരും. അതല്ലാതെ അവർ ചെയ്യില്ല. എന്തിനു ചെയ്യണം? ഞാൻ കാശ് മുടക്കി പത്രം നടത്തുന്നത് എൻ്റെ അജണ്ട നടപ്പിലാക്കാനാണ്, അല്ലാതെ നിഷ്പക്ഷരാവാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ മീഡിയ വാറിനെ എങ്ങനെ സമാജം അല്ലെങ്കിൽ ഹിന്ദുക്കൾ അതിജീവിക്കും? ഏതിനെ? ഈ മീഡിയ പ്രൊപ്പഗാൻഡ. സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് സോഷ്യൽ മീഡിയയ്ക്ക് കീഴടങ്ങി വരുന്നു. സോഷ്യൽ മീഡിയ യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ മൂടി വയ്ക്കാൻ പറ്റില്ല, പുറത്തു വരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ കാന്തപുരം മുസ്ലിയാരുടെ സ്പീച്ചൊക്കെ പുറത്തു വരുമോ? ഇതിലും ഭീകരമായ സ്പീച്ചൊക്കെ എങ്ങനെ നടത്തിയിട്ടുണ്ട്, അതൊന്നും പുറത്തു വന്നിട്ടില്ല. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പുറത്തു വന്നു. സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് വരുമ്പോൾ ഇവർ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തോ അല്ലെങ്കിൽ മറ്റവന്മാർ കയറിയടിക്കും. ദിസ് ഈസ് ഹാപ്പനിങ്. എന്നാലും ഇപ്പോഴും കേരളത്തിലെ സോഷ്യൽ മീഡിയ മെയിൻ സ്ട്രീം മീഡിയയുടെ താഴെയാണ്. മെയിൻ സ്ട്രീം മീഡിയ ഉണ്ടാക്കുന്ന വാർത്തകൾ വെച്ചിട്ട്
അത് ഫോളോ അപ്പ് ചെയ്ത് വാർത്തകൾ ഉണ്ടാക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴും ചെയ്യുന്നത്. അവർക്കൊപ്പം എത്തിയിട്ടൊന്നുമില്ല. ബട്ട് അവർ മറച്ചു വയ്ക്കുന്ന വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഒരു മിടുക്കന്മാരാണ് താൻ. ഏതായാലും മാധ്യമങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് കരുതുന്നിടത്താണ് കുഴപ്പം. അത് പ്രതീക്ഷിക്കുന്നതാണ് കുഴപ്പം. ഞാനതൊരു കുറ്റമായിട്ട് പറയുകയല്ല അവരുടെ. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ആലോചിച്ച് നോക്കുക. ഞാൻ കാശ് മുടക്കി ഒരു പത്രം നടത്തുന്നത് എൻ്റെ അജണ്ട നടപ്പിലാക്കാനാണ്, അല്ലാതെ നാട്ടുകാരെ നന്നാക്കാനല്ല. നാട്ടുകാരെ ആരെങ്കിലും അതിൻ്റെ കൂടെ നന്നായി പോവുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അല്ല, ഇത് തിരിച്ചറിഞ്ഞാൽ ഈ പരാതി തീരും അല്ലേ? അതോടെ വിഷമം അങ്ങ് തീരെ. എനിക്കൊരു വിഷമമുള്ളതുകൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചത്. ഇപ്പോൾ മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.